ജോലി സാധ്യതകളും മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളും പരിഗണിച്ച് കുടുംബത്തോടൊപ്പം നഗരങ്ങളിലേക്ക് താമസം മാറുന്നവരുടെ എണ്ണം ഇന്ത്യയിൽ വർദ്ധിക്കുകയാണ്. ദീർഘകാലത്തേക്ക് ഒരു നഗരത്തിൽ ജോലി ചെയ്യാനാവുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ വാടകയ്ക്ക് കൊടുക്കുന്ന പണം EMI ആയി അടച്ച് വായ്പ എടുത്താണെങ്കിലും ഒരു വീട് വാങ്ങുന്നതാണ് ലാഭമെന്ന് കരുതുന്നവരും ഇക്കൂട്ടത്തിലുണ്ടാവാം. എന്നാൽ ഇത്തരത്തിൽ മെട്രോ നഗരങ്ങളിൽ വീട് വാങ്ങുന്നത് അബദ്ധമാണെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് വിസ്ഡം ഹാച്ച് ഇൻവെസ്റ്റ്മെന്റ് കമ്മ്യൂണിറ്റിയുടെ ഉടമ കൂടിയായ അക്ഷത് ശ്രീവാസ്തവ. എക്സിലൂടെയാണ് അക്ഷത് മെട്രോ നഗരങ്ങളിൽ വീട് വാങ്ങുന്നത് സംബന്ധിച്ച അഭിപ്രായങ്ങൾ വിശദീകരിക്കുന്നത്. പ്രധാനമായും 3 കാരണങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഇത്തരം നഗരങ്ങളിലെ റിയൽ എസ്റ്റേറ്റ് വിപണി നിർമ്മാതാക്കളുടെ നിയന്ത്രണത്തിലാണ് എന്നതാണ് ഒന്നാമത്തെ കാര്യം. സ്വകാര്യ വ്യക്തികളിൽ നിന്നും വീട് വാങ്ങുന്നതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉയർന്ന വില നൽകേണ്ട സാഹചര്യം ഇതുമൂലം ഉണ്ടാകുന്നു. അമിത വികസനമാണ് രണ്ടാമത്തെ പ്രശ്നമായി അദ്ദേഹം പറയുന്നത്. വികസനം വർദ്ധിക്കുന്നതിനനുസരിച്ച് നഗരങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവും. ഒടുവിൽ നഗരങ്ങൾ ജീവിക്കാനാവാത്ത നിലയിലാകുമെന്ന് സാരം. ദിനം പ്രതി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ വാങ്ങുന്ന സ്ഥലം കൈമാറ്റം ചെയ്യാൻ ഭാവിയിലേറെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം. അതിനാൽ ഇടത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം നഗരങ്ങളിൽ വാടകയ്ക്ക് താമസിച്ച് സമാധാനപൂർണമായ ജീവിതം നയിക്കുകയാണ് മികച്ച ഓപ്ഷൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി വീട് വാങ്ങിയേ തീരൂ എന്നുണ്ടെങ്കിൽ അടുത്ത 20 വർഷമെങ്കിലും നിലനിൽക്കുമെന്ന് ഉറപ്പുണ്ടാവണമെന്നും അക്ഷിത് പറയുന്നുണ്ട്.